സങ്കീർത്തന പുസ്തകം 58 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കർത്താവിലേക്ക് വരുമ്പോൾ അനീതിയും വക്രതയും ദുഷ്ടതയും പാപവും എല്ലാം വിട്ട് ഒരു ക്രമീകരണ ജീവിതത്തിലേക്കാണ് വരുന്നത്. എന്നാൽ പുറമേ അതൊക്കെ ഒരു പക്ഷേ സാധിക്കും. എന്നാൽ മനസ്സുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നീക്കും? ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നീക്കും? ഇതാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ആ, ശുശ്രൂഷയുടെ കാലത്ത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതായത് സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകനാകും. സഹോദരനെ നിസ്സാരാന്ന് വിളിച്ചാൽ ന്യായവിധിക്ക് അർഹനാകും. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. സഹോദരനെക്കുറിച്ച് ദോഷം നിരൂപിച്ചാൽ ആ നിരൂപണം മുഖാന്തരം ദൈവം ന്യായം വിധിക്കും. ആർക്ക് കഴിയും? ജീവിതത്തിലെ പാപം നീക്കാം. ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം നീക്കാം. കിനാവിലെ പാപം ആര് നീക്കും? സ്വപ്നത്തിലെ പാപം ആര് നീക്കും? അതാർക്കും കഴിയില്ല. അതാണ് കർത്താവ് തൻ്റെ സഭയെ പഠിപ്പിച്ച ഏറ്റവും വലിയ നൂതന മാർഗം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ആത്മാവിൻ്റെ ആയുധങ്ങളാണ്. ഈ ആത്മാവിൻ്റെ ആയുധങ്ങളാൽ ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളും സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നമ്മൾ തത്വത്തിൽ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ തിയറി പഠിക്കാനും പ്രസംഗിക്കാനും എല്ലാം സാധിക്കും. എന്നാൽ ഹൃദയത്തിൽ ഉദിക്കുന്ന ഒരു പാപം, ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു മോഹം, ഒരു സങ്കല്പം, ഒരു ദോഷ നിരൂപണം, ഇതിനെ പിടിച്ചടക്കാൻ ആർക്ക് സാധിക്കും? എങ്ങനെ സാധിക്കും? കാരണം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു 13 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചതി, ദുഷ്കർമ്മം, ഉടക്കുകണ്ണ്, ഇങ്ങനെ ഒരു 13 കാര്യം. ഇത് മുഴുവനും ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ്, പഠിച്ചിട്ട് വരുന്നതല്ല. ആരും പഠിപ്പിക്കേണ്ട, തന്നെ ഉള്ളിൽ നിന്ന് കവിഞ്ഞു വരുന്നതാണ്, ഉയർന്നു വരുന്നതാണ്. കിണറ്റിൽ നിന്ന് ഉറവ് വരുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണിതല്ല. ഇങ്ങനെ വരുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ അശുദ്ധനാകും. ഇങ്ങനെ അശുദ്ധനായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ദുഷ്ടതയായിരിക്കും. ഇതാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാ, ഹൃദയം കൊണ്ട് ദുഷ്ടത പ്രവർത്തിക്കാതിരിക്കാൻ ആരെ കൊണ്ടാകും? അതിന് ആത്മാവിൻ്റെ ആയുധങ്ങൾ വേണം. ശരി, ആത്മാവിൻ്റെ ആയുധങ്ങളെല്ലാം ഉണ്ടായിട്ട് പരമാർത്ഥമായിട്ട് ഇന്ന് വിശ്വാസ സമൂഹത്തെ മൊത്തം ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ദുഷ്ടത പ്രവർത്തിക്കാത്തവനാണ്, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പാപം ചെയ്യാത്തവനാണ്, ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഒരു ദോഷം ആർക്കും കരുതാത്തവനാണ് എന്ന് പറയാൻ ആർക്ക് കഴിയും? ഏതെങ്കിലും മനുഷ്യന് കഴിയുമോ? എന്നാൽ നമ്മൾ അനേക ഹൃദയങ്ങളിൽ അന്വേഷിച്ചാൽ പരാജയത്തിൻ്റെ വാക്കുകളല്ലാതെ, ഈ കാര്യത്തിൽ പരാജയത്തിൻ്റെ വാക്കുകളല്ലാതെ നമുക്ക് അധികം മറ്റൊന്നും ലഭിക്കാനില്ല. എന്നാൽ ജയിക്കാനുള്ളൊരു വഴി നമുക്ക് വചനത്തിൽ നിന്ന് കാണുന്നത് നമുക്കൊരു ഭാഗം വായിക്കാം. റോമാലേഖനം 13 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ, വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്,
മോഹിക്കരുത് എന്നുള്ളതും മറ്റേതും കൽപ്പനയും കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്. എങ്ങനെ? പുറമേയും ചെയ്യാൻ പാടില്ല, ഹൃദയം കൊണ്ടും ചെയ്യാൻ പാടില്ല. ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം ചെയ്യാത്തവർ മുഴുവൻ സ്വർഗത്തിൽ പോവുമോ? പോവില്ല. കാരണം അവസരം കിട്ടാഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഹൃദയം ആള് വെടിപ്പായതുകൊണ്ട് ആകണമെന്നില്ല. അപ്പോൾ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പുറമെ ചെയ്യാത്തതുപോലെ തന്നെ അകമയും ചെയ്യരുത്. അകമ ചെയ്യുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ മതി. അവൻ അതുകൊണ്ട് ഹൃദയം വ്യഭിചാരം ചെയ്തു പോയി. അത് ചെയ്യാതിരിക്കാൻ ആർക്ക് കഴിയും? കൊല ചെയ്യരുത്. കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊല്ലാൻ പോവോ? തന്നെ നടക്കുന്നതിനെ പേടിച്ച് നടക്കുന്നവൻ കൊല ചെയ്യാൻ പോവോ? പോയിട്ടല്ല. സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകനാ. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാ. ഹൃദയം കൊണ്ട് കോപമില്ലാതെയും പകയ്ക്കാതെയും ഇരിക്കാൻ ആർക്ക് കഴിയും? അങ്ങനെയുള്ളവനാ വചനം അനുസരിക്കുന്നവൻ. എന്നാൽ ആർക്ക് കഴിയും? മൂന്നാമത്തത്, മോഷ്ടിക്കരുത്. മോഷ്ടിക്കുന്നത് കള്ളനാ. നമ്മൾ ആരെങ്കിലും മോഷ്ടിക്കാൻ പോവോ? ഒരു വിശ്വാസി ആരെങ്കിലും മോഷണത്തിന് പോവോ? വേദപുസ്തക പ്രകാരം മോഷ്ടിക്കുന്നവർ അതല്ല. വചനം മോഷ്ടിക്കുന്നവരുണ്ട്. മോഷ്ടിക്കുന്നത് കള്ളന്മാരാ. ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാ. അതായത് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവൻ അതുപോലെ നടക്കണം. അല്ലാത്തവനൊക്കെയും കള്ളനാ. ആർക്ക് കഴിയും? അടുത്തത്, മോഹിക്കരുത്. മോഹം പാടില്ല. മോഹിക്കുന്നത്, പിൻബലം എന്ന് പറയുന്നത്, മോഹിക്കുന്നതിൻ്റെ പിൻബലത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പിശാചാ. പിശാചിൻ്റെ പ്രേരണയാണ് മോഹത്തിൽ അവസാനിക്കുന്നത്. ഇങ്ങനെ മോഹിക്കാതിരിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഹൃദയം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മോഹിക്കാതിരിക്കണം, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്. ഈ കാര്യങ്ങൾ ഇത്രയും ചെയ്യുന്നതിനും ഒപ്പം തന്നെ ഒരു കൽപ്പനയാണ്. കൂട്ടുകാരനെ എന്നുള്ള മറ്റേത് കൽപ്പനയും കൂട്ടുകാരൻ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ഇത് മുഴുവനും ഭൗതികമായിട്ടും ഹൃദയം കൊണ്ടും ചെയ്യുന്നവരുണ്ട്, പുറമെ ചെയ്യാത്തവരും. പുറമേയും ചെയ്യുന്നവരുണ്ട്. എന്തായിരുന്നാലും ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നവരോട് വചനം പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ചാൽ മതി. കഴിയുന്നുണ്ടോ? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ചാൽ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അനുസരിച്ചതായിട്ട് ദൈവം കണക്കൂട്ടിക്കോളും. കൂട്ടുകാരനെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്യാത്തവനാണ്, കൊല ചെയ്യാത്തവനാണ്, മോഷ്ടിക്കാത്തവനാണ്, മോഹിക്കാത്തവനാണ്. ദൈവം അംഗീകരിച്ച്. പിന്നെന്താ? പക്ഷെ കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണം. അത് സാധിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ വിജയം. ഈ സത്യവചനത്തിലെ മുഴുവനും വാക്കുകൾ ഓരോന്നോരോന്നായി എണ്ണി അനുസരിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് അസാധ്യമാണ്. നമ്മളെക്കൊണ്ട് അത് സാധിക്കില്ല. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ശരീരത്തിലെ പാപം നമുക്ക് നിർത്താം. കിനാവിലെ പാപം ആര് നിർത്തും? സ്വപ്നത്തിലെ പാപം ആര് നിർത്തും? അതിനാർക്ക് കഴിയും? കഴിയുന്ന ഒരു കൂട്ടമുണ്ട്. എന്നാൽ കാണുന്ന സഹോദരനെ, എങ്ങനെയാണ് സഹോദരനെ കാണുന്നത്? വചനം പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല.
കാണുന്ന സഹോദരൻ ഏതാ? കാണുന്ന സഹോദരൻ ഏതാ? സഹോദരന്മാരല്ലേ ഉള്ളൂ. വേദപുസ്തകത്തില് പ്രകാരം നമ്മൾ ഈ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ സഭയിലുള്ളവർ മുഴുവൻ സ്നേഹിതന്മാരാ, സഹോദരന്മാരാ. പരിചയമുള്ളവർ മുഴുവൻ സഹോദരന്മാരാ. ഇവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പുതിയ നിയമസഭ മുഖാന്തരം സർവശക്തനായ ദൈവം മനുഷ്യവംശത്തിന് ഈ പാപലോകത്തു നിന്ന് രക്ഷപ്പെടാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠവും മാന്യവും ഒഴികഴിവില്ലാത്തതുമായ മാർഗം നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ നിൻ്റെ സഹോദരനെയും സ്നേഹിക്കുക. ബാക്കിയുള്ളതെല്ലാം പിന്നീടുള്ളത്. ഒരുവൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും തീരുമാനിക്കേണ്ട. പരമാർത്ഥമായിട്ടാണെങ്കിൽ, ഹൃദയപൂർവമാണെങ്കിൽ, സഹോദരനെ ഹൃദയപൂർവ്വം വചനപ്രകാരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നാളെ മരിക്കുന്നതിന് മുമ്പേ ദൈവം ആ മനുഷ്യനെ വ്യഭിചാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കും. അവനെ നീതിമാനാക്കി തീർത്തിരിക്കും. അവനെ മോഹത്തിൽ നിന്ന് വിടുവിച്ചിരിക്കും. ഒരു ദോഷവുമില്ലാത്തവനായി, കുറ്റമറ്റവനായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ശ്രേഷ്ഠ മാർഗമാണ് ക്രിസ്തുയേശു നമുക്ക് തന്നിരിക്കുന്ന പുതിയ നിയമം.